നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോയുടെ കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഉറപ്പായിട്ടും പരിഗണനയിൽ എടുക്കുക. കൂടുതൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ നമുക്ക് പ്രയോജനമാകും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഭ്രമയുഗം. ഇപ്പം ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്ന സിനിമ, ഫെബ്രുവരി 15 റിലീസാകുന്ന സിനിമ, ഒരുപാട് പ്രത്യേകതയുള്ള സിനിമ. ഈ പടം ഗംഭീര വിജയമായാൽ ആർക്കൊക്കെയാണ് പേരും പ്രശസ്തിയും എല്ലാം കിട്ടുന്നത് നമ്മളെല്ലാവരും പറഞ്ഞു നടക്കുന്നത്? ഒന്ന് തീർച്ചയായിട്ടും നമ്മുടെ മഹാനടൻ, ഒന്ന് മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും രജനീകാന്ത് ആയാലും കമലഹാസൻ ആയാലും അതിൻ്റെ പ്രധാനപ്പെട്ട നായകനിരിക്കും അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. രണ്ട്, എൻ്റെ സംവിധായകനാണ്. പക്ഷേ സംവിധായകനാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. കാരണം സംവിധായകൻ ഗംഭീരമായാൽ ആ സിനിമ എല്ലാം കൊണ്ട് ഗംഭീരം. സംവിധായകനാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. അത് ഏത് സിനിമ എടുത്താലും അന്നേരം ഇവർക്കൊക്കെയാണ് ക്രെഡിറ്റ് പോകുന്നത്. ഒന്നും രണ്ടൊന്നും ഞാൻ പറയുന്നില്ല. സംവിധായകന് ഒന്നാം സ്ഥാനം കൊടുക്കാം, രണ്ടാമത് നടന്മാർക്ക് കൊടുക്കാം. എന്തായാലും ഇവരുടെയൊക്കെ പേരുകളെ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ അധികം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാസ്റ്റിങ്ങുകൾ ബാക്കിയുള്ള നടന്മാരെയും ബാക്കിയുള്ള ഒരു പരിധിവരെ എല്ലാ സാധാരണ നടന്മാരുടെ പോലും പേരുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. പക്ഷേ ഈ ഭ്രമയുഗത്തിനകത്ത് കഷ്ടപ്പെട്ട കുറേ പേരുണ്ട്. എല്ലാ സിനിമകളിലും ഉണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര്. പക്ഷേ ഇതിനകത്ത് ഞാൻ എടുത്തു പറയണമെന്ന് വിചാരിച്ചത്, ഇത് 18ാം നൂറ്റാണ്ടിലൊക്കെ നടന്നൊരു സിനിമയാണെന്നും അതിനുവേണ്ടി ആ ഒരു കാലഘട്ടം മേക്ക് ഓവർ ചെയ്യാൻ എടുക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. അന്നേരം ഈ സിനിമയുടെ തുടക്കം മുതൽ ഞാനെന്ന് പറയും, ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഇവർ കാരണം സിനിമ ഗംഭീരമായാൽ ഇവർക്കൂടായിരിക്കും അർഹതപ്പെട്ടത്. കാരണം സിനിമയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് ബോയ് മുതൽ പ്രധാനപ്പെട്ട നടനും അല്ലെങ്കിൽ സംവിധാനം വരെ ഒരേപോലാണ്. എന്നാൽ പോലും ഞാൻ ഇവരെ എടുത്തു പറയുന്നത് പലർക്കും ചിലർക്ക് ഇവരെ അറിയത്തില്ലായിരിക്കും. അറിയുന്നവരുണ്ടായിരിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന് വേറെ ആരുമല്ല, റോണക്സ് സേവിയർ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് മാനാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് ചെയ്തത് മലയക്കോട്ടയം വാലിബനാണ്. അതിനകത്ത് പോലും ഗംഭീരമായിട്ടുള്ള മേക്കപ്പാണ്. ഇഷ്ടംപോലെ ഹിറ്റ് സിനിമകളും ഒക്കെ ചെയ്തിട്ടുള്ള, എനിക്ക് ഇഷ്ടംപോലെ നിരവധി അവാർഡുകളും ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. അന്നേരം റോണക്സ് സേവിയറിൻ്റെ എന്തുകൊണ്ടാണ് റോണക്സ് സേവിയർ ഈ ഭ്രമയുഗത്തിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സിനിമ ഭ്രമയുഗം എപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്? ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ. ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് എന്തുവാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതാക്കിയത്? മമ്മൂട്ടിയുടെ ഒരു ഭീകരമായ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഇതുവരെയും കാണാത്ത നല്ല വേറൊരു വ്യത്യസ്തമായൊരു മുഖം. അതായത് പല്ലിലൊക്കെ ചോരക്കറകൾ പോലെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായ മമ്മൂട്ടിയിൽ കാണുന്ന ഒരു മുഖത്തോടുകൂടി കൊണ്ടുവരാനുള്ള പ്രധാന കാരണക്കാരൻ ഉറപ്പായിട്ടും മേക്കപ്പ് മാൻ തന്നെയാണ്. അതിനകത്ത് സംശയം വേണ്ട. അന്നേരം റോണക്സ് സേവിയർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഒരു വലിയൊരു പാർട്ടുണ്ട്. ഇതിനകത്ത് ഹരീഷ് ശോഭൻ്റെ മേക്കപ്പ് ആയാലും സിദ്ധാർത്ഥ ശോഭൻ്റെ മേക്കപ്പ് ആയാലും എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചാൽ മേക്കപ്പ് കുറച്ച് ആർട്ടിസ്റ്റുകൾ, പക്ഷേ അവരുടെ മേക്കപ്പ് ഗംഭീരമാക്കിയിരിക്കും. അന്നേരം ഒരു നല്ല കൈയടി നമുക്ക് കൊടുക്കണ്ട. ഇപ്പം നമ്മളൊരു സ്റ്റേജിലാണെങ്കിൽ നല്ല കൈയടി കൊടുക്കേണ്ട ആരാണ്? ഇവരൊന്നും പക്ഷേ നമ്മൾ മുന്നോട്ട് വരുന്നത് കണ്ടിട്ടില്ല, ഇവർ മുന്നോട്ട് പറയുന്നത് കേട്ടിട്ടില്ല. ഇവരൊന്നും ഗംഭീരമായ ഒരാളാണ് റോണക്സ് സേവിയർ. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർക്കെന്ന് എനിക്ക് തോന്നി, ഇതിൻ്റെ ട്രെയിലറും ടീസറും കണ്ടപ്പോൾ. ഇനി സിനിമ അത് തിയേറ്ററിൽ വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ അതിന് മുമ്പേ ഞാൻ പറയുകയാണ്, ഇവരൊക്കെ വിജയത്തിനോടൊപ്പം സുവർണ്ണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട പേരുകളാണ്. രണ്ട്, ഇത് മമ്മൂട്ടിയുടെ ഈ സിനിമയുടെ ഡയലോഗ് വളരെ ഹിറ്റായിട്ടുണ്ട്. എല്ലാവർക്കും മനയിലേക്ക് സ്വാഗതം. ഈ മന അല്ലെങ്കിൽ മനയുടെ പരിസരങ്ങൾ ഒക്കെ റെഡിയാക്കണമെങ്കിൽ, ആ കാലഘട്ടം മൊത്തം റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടറിനെ കൊണ്ടേ പറ്റൂ. അതൊരു ഡയറക്ടർ തന്നെയാണ്. ഇതിനെല്ലാം ഒരു സ്പെഷ്യലാണല്ലോ. എല്ലാത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ? കാരണം ആ കാലഘട്ടം നമ്മൾ ആ സിനിമയിലോട്ട് അങ്ങ് ലയിച്ചിരിക്കുന്നു. നമ്മളൊന്നും അറിയുന്നില്ല, ആ കാലഘട്ടത്തിലോട്ട് നമ്മളങ്ങ് കയറുന്നു. അങ്ങനെ തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ അതെനിക്ക് വളരെ, ഇതിൻ്റെ ട്രെയിലറും ടീസറും കാണുമ്പോൾ ആ വിഷ്വൽസോടെ നമുക്ക് കാണാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള മനെ, അതിൻ്റെ ചുറ്റുപാടുകളും വള്ളികളും കാര്യങ്ങളും നമ്മളെല്ലാം വല്ലാത്ത രീതിയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു ആർട്ട് ഡയറക്ഷൻ. ജ്യോതിഷ് ശങ്കറാണ് ഇദ്ദേഹം. ഈ പറഞ്ഞ പോലെ കുമ്പളങ്ങി നൈറ്റ്സ്, ഇഷ്ടംപോലെ സിനിമകൾ, ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടംപോലെ ഹിറ്റ് സിനിമകളുണ്ട്. ഇത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചിലപ്പം ഈ ജ്യോതിഷ് ശങ്കറിനൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചാണ്, ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശ്രദ്ധിച്ചാണ്. പക്ഷേ ജ്യോതിഷ് ശങ്കറാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ. ചിലപ്പോൾ ഇദ്ദേഹത്തിന് അടുത്ത സംസ്ഥാന നാഷണൽ അവാർഡുകൾ കിട്ടിയേക്കാം.
പക്ഷേ നമ്മുടെ സാധാരണ പ്രേക്ഷകർ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ തുടങ്ങണം. ഒരുപാട് പുത്തൻ കുട്ടികൾ ഇപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാവരെയും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, നമുക്കറിയാം ഈ സിനിമ നിൽക്കുന്നത്, ഒരു സിനിമ പിടിച്ചു നിൽക്കുന്നത്, ഏത് സിനിമയും ആ സിനിമ ഇത് കാലഘട്ടത്തിൻ്റെ ഒരു സിനിമയാണ്, നിഗൂഢതകൾ അഴിയുന്ന സിനിമയാണ്, പിന്നെ ചെറിയ രീതിയിൽ ഭീതി ഉണ്ടെന്ന് പറയുന്നു. അതെല്ലാം നമുക്ക് ടീസർ ട്രെയിലറിലൂടെ കാണാം. സർവൈവൽ ത്രില്ലറാന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ഫാക്ടറും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ അതിനൊരു സീറ്റഡ് ത്രില്ലർ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വേണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ഇത് ചെയ്തേക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ്. ബ്രഹ്മയുഗത്തിൻ്റെ ക്രിസ്റ്റോ സേവിയർ. ഈ ക്രിസ്റ്റോ സേവിയറിനെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ, ഗൂഗിളിനകത്ത് നോക്കിയപ്പം മിന്നൽ മുരളിയിലും ഒക്കെ അദ്ദേഹം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് സ്വതന്ത്രമായ വർക്കാണോ എന്ന് എനിക്കറിയില്ല. 777 ചാർലി, ഭീഷ്മപർവം. കാരണം ഇന്നത്തെ പ്രസ് മീറ്റ് ഞാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഞാൻ പ്രസ് മീറ്റിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനാണ് ക്രിസ്റ്റോ സേവിയർ. അന്നേരം മമ്മൂട്ടി മോശക്കാനല്ല, ഗംഭീരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം. മമ്മൂട്ടി അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിരിക്കണം. കാരണം സുഷിൻ ശ്യാമിനെ കുറിച്ച് കണ്ണൂർ സ്കോട്ടിൻ്റെ സമയത്തൊക്കെ ഭീഷ്മപർവത്തിനെ കുറിച്ചൊക്കെ ആ സമയത്തിരുന്നപ്പോൾ പറഞ്ഞപ്പം സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റോ സേവിയർ. പക്ഷേ ക്രിസ്റ്റോ സേവിയറിനെ കുറിച്ച് നേരത്തെ ഡയറക്ടറും പറഞ്ഞു, ഇതിനകത്ത് കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ചെറിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കി തയ്യാറാക്കുക വരെ ചെയ്ത്, പ്രിപ്പയർ ചെയ്യുക വരെ ചെയ്ത ഒരാളാണ്. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഡയറക്ടറൊക്കെ പറയുമ്പോഴാണ് അറിയുന്നത് ഈ പറഞ്ഞ ക്രിസ്റ്റോ സേവിയർ. ഈ സിനിമയുടെ ഓരോ സീനുകൾക്കും അനുസരിച്ച് അദ്ദേഹം ലൊക്കേഷനിൽ വന്ന് വളരെ എനർജറ്റിക്കായിട്ട് ഇതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ചെയ്ത്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമാകുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ പുകഴ്ത്തി പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ സല്യൂട്ട് കൊടുക്കേണ്ടവരാണ്. അത് എല്ലാ സിനിമകളും, ചെറുതും വലുതായ സിനിമ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സിനിമകളിൽ, ഇനി മുതലുള്ള സിനിമകളിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, സിനിമ ഇഷ്ടപ്പെടുന്നവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇവർക്കൊക്കെ എന്തും വേണ്ടി കോൺട്രിബ്യൂഷൻ നൽകിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അന്നേരം ഇപ്പോൾ നമ്മൾ ആർട്ട് ഡയറക്ടർ പറഞ്ഞു, മേക്കപ്പ് മാൻ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറഞ്ഞു. ഇനി ഒട്ടും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്, എന്നാൽ ഇവരുടെ കയ്യിലാണ് മൊത്തം. അങ്ങനെ ഒരു മേഖല ഏതാണ്? മിക്സിംഗ് ആണ്. എനിക്കൊന്നു നമ്മൾ ഫൈനൽ മിക്സിങ് എന്ന് പറയുന്നൊരു സിനിമയുടെ ലാസ്റ്റിൽ നമ്മളെല്ലാം പായസമൊക്കെ എല്ലാം ഉണ്ടാക്കി എല്ലാം ലാസ്റ്റ് ഒരു ഇതാക്കി നമ്മൾ രുചിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്യുന്നത്, ഈ സിനിമ മിക്സ് ചെയ്തേക്കുന്ന ആളുടെ പേര് രാജാകൃഷ്ണൻ എന്നാണ്. വേറെ ആരുമില്ല, നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ള, സംഗീതം നൽകിയിരിക്കുന്ന MG രാധാകൃഷ്ണൻ്റെ മകനാണ് രാജാകൃഷ്ണൻ. എനിക്കൊന്ന് ഇഷ്ടം പോലെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും കിട്ടി. ഇഷ്ടംപോലെ സിനിമകളിൽ അദ്ദേഹം എനിക്കൊന്നൊരു രാജ്യാന്തര ഒരു നാഷണൽ ഒരു സെലിബ്രിറ്റി പോലെ പറയാം. കാരണം എല്ലാ ഭാഷകളിലും, ഇപ്പം ആനിമൽ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം തമിഴ് സിനിമകൾ ഇഷ്ടംപോലെ ഹിറ്റ് തമിഴ് സിനിമകൾ, തെലുങ്ക് സിനിമ, ബംഗാളി സിനിമകൾ, ഇങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ മിക്സ് ചെയ്തേക്കുന്നത്. നമ്മുടെ കാന്താര വരെ മിക്സ് ചെയ്തിട്ടുണ്ട്, കന്നഡ. അതായത് നമ്മൾ അറിയുന്നില്ല രാജാകൃഷ്ണനാണ് ഇതിൻ്റെ മിക്സിങ്. അന്നേരം ഇങ്ങനെയുള്ള അവരുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഒരു ഔട്ട്പുട്ടുണ്ട്. ഇത് എല്ലാ സിനിമകളിലും ഉണ്ട്. ഞാനിത് എടുത്ത് പറയുന്നത് ഇനി മുതൽ ഇങ്ങനെയുള്ള സിനിമകളിലൂടെ പ്രേക്ഷകർ, ഇപ്പം അല്ലാതെ ഫാൻ ബേസും മാത്രം ഈ സിനിമ ഓടിക്കഴിയുമ്പോൾ അതിൻ്റെ കോടികളുടെ കിലുക്കം മാത്രമല്ല, ഈ സിനിമ ഗംഭീരമാകട്ടെ നമുക്ക് ആശംസിക്കുമ്പോൾ ഇവരെയൂടെ നമുക്ക് ഓർക്കണം. ഇനി ഇവരുടെ പുത്തനായിട്ടുള്ള ഓരോരോ കോൺട്രിബ്യൂഷൻസ് ഓരോ സിനിമകളിൽ നൽകട്ടെ. ഞാനിപ്പോൾ ഇത്രയും പേരുടെ 4 പേര് കണ്ടിട്ട് ഇഷ്ടംപോലെ പേര് കാണും. നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താം. ഞാൻ എടുത്തു പറഞ്ഞ 4 പേര് ഇവരാണ്. ഈ സിനിമ ഗംഭീരമാണെങ്കിൽ ഇവർക്കും ക്രെഡിറ്റ് 100% ഇരിക്കും. പക്ഷേ അന്നേരം ഒന്നും പല വേദികളിലും ഇവരെ ഒന്നും പറഞ്ഞു ചെയ്യാൻ നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അന്നേരം മിക്സിങ്ങിൻ്റെ ഒന്നും യഥാർത്ഥത്തിൽ പുറത്ത് വരാറേ ഇല്ല അങ്ങനൊരു പേര്. പക്ഷേ ഔട്ട്പുട്ട് റെഡിയാക്കുന്ന ആളാണ്. അന്നേരം ഇവരെല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ്, എല്ലാം ചേരുമ്പോഴാണ് ആ സിനിമ ഒരു വെൽ മെയ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അന്നേരം അങ്ങനെ ഒരു വെൽ മെയ്ഡ് സിനിമ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ, പ്രാർത്ഥിക്കാതെ പറ്റത്തുള്ളൂ. പക്ഷേ അതിനുശേഷം നമുക്ക് കോടിക്കിലുക്കങ്ങളുടെ കഥകളൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. ആദ്യം സിനിമ ഗംഭീരമാകട്ടെ, നല്ലൊരു എക്സ്പീരിയൻസ് ആകട്ടെ. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരെന്ന് തോന്നി ഉള്ളതാണ്, ട്രെയിലറും ടീസറിലും തോന്നിയോണ്ടാണ് ഇവരുടെ പേര് എടുത്തു പറഞ്ഞത്. ഇനിയുള്ള സിനിമകളിൽ ഇങ്ങനെയുള്ളവരുടെ പേരുകൾ, ഇങ്ങനെയുള്ള ഗംഭീര സിനിമകൾ വരുമ്പം അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഉറപ്പായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെയും പരിഗണിക്കുക. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും കാണാം. സൈനിങ് ഓഫ്.